ഈ 9 പേരെ സ്പോട്ട്ലൈറ്റ് ഇട്ട് നമ്മൾ ഓരോരുത്തർ ഓരോ വരിക 4 പേര് വെച്ച് പാടും ഓരോ പാട്ടിൻ്റെ. കലാഭവൻ മണി വേദിയിൽ ഞാൻ ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ കലാഭവൻ മണി വേദിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് മറ്റേ ഒടപ്പഴം പോലൊരു അവിടെ ഒരു സ്പോട്ട്ലൈറ്റ്. അപ്പോൾ ആൾക്കാർ ഞെട്ടി, കയ്യടി അവിടെ ഇവിടെ. അങ്ങനെ 9 പേര് കഴിഞ്ഞിട്ട് ഒറിജിനൽ ആൾ പുറകിൽ നിന്ന് കയറി വരും. അങ്ങനെ ഈ 9 പേരും 10 പേരെ നിരത്തി നിർത്തിയിട്ടൊരു പരിപാടി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മണിച്ചേട്ടൻ ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഞെട്ടിപ്പോയത് രഞ്ജു ചാലക്കുടിയുടെ പെർഫോമൻസ്. ഈ നാദിർ ഷോയിൽ ഞാൻ രഞ്ജു ചാലക്കുടിനെ ആദ്യം കാണുന്ന നാദിർ ഷോയിൽ നാദിർഷൊക്കെ വിളിച്ചിട്ട് വന്നിട്ടാണ്. മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാമൊക്കെ നിന്ന് കഴിഞ്ഞ 2016 ഒക്കെ ആയപ്പോഴത്തേനും നാദിർ ഷോ തുടങ്ങിയ സമയത്ത്, നാദിർ ഷോ നടക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പിനെ ഈ നാദിർഷയ്ക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടാലൻ്റ്, ഭയങ്കര ടാലൻ്റ്. അവൻ ഇന്ന ഇതിൽ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഈ രഞ്ജു ചാലക്കുടീനെ ഒരു ദിവസം രഞ്ജു എവിടെയൊക്കെയോ പാടി നടക്കുന്നുണ്ട്. ഞാൻ പണ്ട് മണിച്ചേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പം പാടിയിലേക്ക് ചെല്ലുമ്പോൾ രഞ്ജു ഒന്ന് പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് അത്ര ഇത് തോന്നിയില്ല, കാരണം മണിച്ചേട്ടൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം രഞ്ജു വന്നപ്പം രഞ്ജു ഡിറ്റോ മണിച്ചേട്ടൻ തിരിഞ്ഞു നിന്ന് വന്ന് ലൈറ്റ് തെളിയുമ്പോൾ മണിച്ചേട്ടൻ നമുക്ക് ഫീൽ ചെയ്യുക. അതെല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ കണ്ടപ്പം അതിലെനിക്ക് ഏറ്റവും ഒരു മനസ്സിൽ തട്ടിയൊരു ഡ്യൂപ്പ് എന്ന് പറയുന്നത് രഞ്ജു ചാലക്കുടി തന്നെയാണ്. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും വോയിസാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ചിലർ ഫിഗർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വോയിസും ഫിഗറും ഒക്കെ വന്ന് നിൽക്കുന്ന രഞ്ജുവിന് തന്നെയാണ്.